അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ്. ഏതെന്നത് നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏത് ഡ്രഗിനെ കുറിച്ചും അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ന്യൂറോൺസിൽ എന്താ നടക്കുന്നതെന്നുള്ളത് സിമ്പിളായിട്ട് അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് സെഡേറ്റീവ് എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡ്രഗാണ്. ആ ഡ്രഗ് എന്ത് ചെയ്യും? ആ ഡ്രഗ് നമ്മൾ ആ ഡ്രഗ് എടുത്താൽ നമ്മളെ കാമാക്കി മാറ്റും. ഒരു ഡ്രഗ് നമ്മളെ കാമാക്കും. അതിനാണ് എന്ത് പറയുക? സെഡേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മയക്കുന്നതാണ്. സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ കാമാക്കേ ഉള്ളൂ. എന്നാൽ ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്നത് എന്താകും? അത് നമ്മളെ ഉറക്കും. ഓക്കെ, അത് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സിൻ്റെ ഡിഫറൻസ് ആണ് അത്രയേ ഉള്ളൂ. ഒന്ന് ഉറക്ക് വരും, മറ്റേത് ഉറക്കില്ല, പക്ഷെ എന്താകും? കാമാക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ അവിടെ സ്ലീപ്പ് എന്താണ്? ഇൻഡ്യൂസ്ഡ് ആണ്. ആ ഡ്രഗ് സബ്ജക്റ്റിന് കൊടുത്താൽ അവിടെ എന്തുണ്ടാവും? സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സെഡേറ്റീവ് എന്ന് പറഞ്ഞാലും. ഈ സെഡേറ്റീവ് എന്ന് പറയുന്നതും ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്നതും സെയിം ഡ്രഗാണ്. അപ്പോൾ ഒരു ഡ്രഗ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഡ്രഗ്, ഈ ഡ്രഗ് എന്തായിട്ട് ആക്ട് ചെയ്യും? സെഡേറ്റീവ് ആയിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഹിപ്നോട്ടിക്സ് ആയിട്ടും ആക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലോ ഡോസിൽ സെഡേറ്റീവായിട്ടാണ് ആക്ട് ചെയ്യുക, ഹൈ ഡോസിൽ എന്തായിട്ട് ആക്ട് ചെയ്യുക? ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ ഡ്രഗും എന്താണ്? സെഡേറ്റീവാണ്, ഹിപ്നോട്ടിക്സുമാണ്. അത് ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡോസ് കൂടുതലാണെങ്കിൽ അത് ഹിപ്നോട്ടിക് ആയിരിക്കും, ഡോസ് കുറവാണെങ്കിൽ അത് സെഡേറ്റീവ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയ മനസ്സിലായില്ലേ? എന്താണ് ആ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് എന്നുള്ളത്? അത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഏതൊരു ഡ്രഗിൻ്റെയും യൂസ് എന്ന് പറയുന്നത് 2 യൂസാണ്. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ 2 യൂസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പേര് തന്നെ ഉണ്ട്, സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ കാമാക്കാനാണ്. അപ്പം ഈ ആൻസൈറ്റി ഉള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കും? നമ്മൾ ഈ ഡ്രഗ് കൊടുക്കും, അതായത് സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് കൊടുക്കും. ആൻസൈറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂസാണ് ഈ സ്ലീപ്പ്. ഇത് സ്ലീപ്പ് ഉണ്ടാക്കുന്ന ഡ്രഗ് ആയതുകൊണ്ട് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞ അസുഖം, അതിന് ഇൻസോംനിയ എന്ന് പറയും. ഇൻസോംനിയക്കും ട്രീറ്റ് ചെയ്യുക ഈ ഡ്രഗാണ്. മെയിനായിട്ടുള്ള യൂസാണ് ഈ 2 യൂസ്, ആൻസൈറ്റിയും ഇൻസോംനിയും. ഈ 2 യൂസാണ് നമ്മുടെ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് എന്ന ഡ്രഗിനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഡ്രഗ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രഗ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ന്യൂറോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാർമക്കോളജി ലെവലിൽ എന്താണോ വേണ്ടത് അത്. ഓക്കെ, അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയോ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന്? ഓക്കെ, ഞാൻ തന്നെ പറയാം. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കലാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. ഈ കെമിക്കൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ന്യൂറോൺ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ന്യൂറോണാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേറ്റ് ചെയ്യാണ്. ഇതൊരു ന്യൂറോണാണ്. ഇവിടെ അടുത്തൊരു ന്യൂറോൺ ഉണ്ട്. ഇത് അടുത്ത ന്യൂറോണിൻ്റെ തുടക്കമാണ്. ഓക്കെ, ഈ ന്യൂറോണ് രണ്ടും എന്തായിരിക്കും? ഒരു ഗ്യാപ്പിലാണ് ഉണ്ടാവുക. രണ്ടും അടുപ്പിച്ചല്ല നിൽക്കുക, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിന് പറയുന്നതാണ് സിനാപ്സ് എന്ന് പറയും. ഇതിനെന്താ പറയുക? സിനാപ്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ 3rd ഇയറിൽ ഓൾറെഡി ഓട്ടോണമിക്കിൽ പഠിക്കുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ന്യൂറോണിൽ ഒരു സിഗ്നൽ ഉണ്ടാവും, അതായത് ഒരു ഇൻഫോർമേഷൻ ഉണ്ടാവും.
ആ ഇൻഫർമേഷൻ ഈ ഒരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഈ രണ്ട് ന്യൂറോണും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് എന്ത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ സിനാപ്സിൽ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ആരാ റിലീസ് ചെയ്യുക? ഈ മുന്നേ ഉള്ള ന്യൂറോൺ, അതായത് സിനാപ്സിന് തൊട്ട് മുന്നേ ഉള്ള ന്യൂറോൺ റിലീസ് ചെയ്യും. എന്നിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അവിടെ അതിന് റിസപ്റ്റർ ഉണ്ടാവും. ആ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്താൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എഫക്റ്റ് എന്താണോ ആ എഫക്റ്റ് എന്തിന് കിട്ടും? ഈ ഒരു ന്യൂറോണിന് കിട്ടും. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ്. അത് ന്യൂറോൺ റിലീസ് ചെയ്യുന്നതാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നിട്ട് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ ബൈൻഡ് ചെയ്താൽ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ട് എന്ത് എഫക്റ്റാണോ വേണ്ടത് ആ എഫക്റ്റ് ഈ ഒരു ന്യൂറോണിന് കിട്ടും. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ രണ്ട് ടൈപ്പാണ്. ഇത് സിമ്പിൾ ബേസാണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇന്ന് നിങ്ങൾ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്, അതുപോലെ ഇനി പഠിക്കാൻ പോകുന്ന ആൻറ്റി എപ്പിലെപ്സി, അതുപോലെ ഈ CNSലെ ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്, ഈ ഒരു സംഭവം കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ. അപ്പം രണ്ട് ടൈപ്പ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഒന്ന് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, രണ്ടാമത്തതാണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. രണ്ട് ടൈപ്പ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ന്യൂറോണാണ്. ഓക്കെ, ഇതൊരു ന്യൂറോണിൻ്റെ എൻഡാണെന്ന് വിചാരിക്കുക, ഇത് അടുത്ത ന്യൂറോണിൻ്റെ തുടക്കമാണെന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂറോൺ എന്ത് ചെയ്ത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്ത്, ആ ന്യൂറോ ട്രാൻസ്മിറ്റർ A ആണെന്ന് വിചാരിക്കുക. നമ്മൾ A എന്നുള്ള ഒരു കെമിക്കലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കെമിക്കൽ, അതായത് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ഇതിന് എന്തുണ്ടാവും? ബൈൻഡ് ചെയ്യാനൊരു സ്ഥലം ഉണ്ടാവും. അവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ ഇതിനൊരു എഫക്റ്റ് കിട്ടും. ആ എഫക്റ്റ് എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ ആണെങ്കിൽ, അതായത് ഈ ന്യൂറോണിനെ ആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, എക്സൈറ്റേഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ന്യൂറോൺ ആക്റ്റീവ് ആവും. അതായത് തൊട്ടടുത്തുള്ള ന്യൂറോൺ എന്താവും? എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനാണ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇനി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു B എന്ന് പറഞ്ഞ കെമിക്കലാണ് റിലീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ B എന്ത് ചെയ്യും? ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഈ ന്യൂറോണിന് എക്സൈറ്റേഷൻ അല്ല, പകരം എന്താവും? ഇൻഹിബിഷൻ ആയിരിക്കും നടക്കുക. എന്ന് പറഞ്ഞാൽ ആ ന്യൂറോൺ എന്താവും? കാമായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ന്യൂറോണിന് എന്തായിരിക്കും? കാമായിട്ടാണ് ഉണ്ടാവുക. എക്സൈറ്റേഷൻ അല്ല, ഇൻഹിബിഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ, എങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇൻഹിബിഷൻ നടക്കുന്നത്, ഈ ഒരു രണ്ട് കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എക്സൈറ്റേഷൻ നടക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂറോൺ വരയ്ക്കുന്നത്. ഒരു ന്യൂറോണിൻ്റെ ടെർമിനലാണ് ഇത്, അടുത്തൊരു ന്യൂറോണാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എക്സൈറ്റേഷൻ്റെ കാര്യമാണ്. എങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുക? എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോൺ എന്ത് ചെയ്യും? ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്ത്. ഓക്കെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ആ ഗ്ലൂട്ടാമേറ്റിനുള്ള ഒരു റിസപ്റ്റർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഗ്ലൂട്ടാമേറ്റിൻ്റെ റിസപ്റ്റർ അതേതാണെന്നൊക്കെ നമുക്കിനി ഡ്രഗ്സിലേക്ക് വരുന്ന നേരം പഠിക്കാം. അപ്പോൾ ഇതിൽ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഗ്ലൂട്ടാമേറ്റ് വന്ന് ഇതിൽ ബൈൻഡ് ചെയ്താൽ ഈ ന്യൂറോൺ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സോഡിയം ഉള്ളിലേക്ക് കയറണം. എക്സൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Na+ എന്നല്ല, ഏതെങ്കിലും പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറണം. അങ്ങനെ പഠിച്ചേക്കുക. എന്താണ് പോസിറ്റീവ് ചാർജ്? ഉള്ളിലേക്ക് കയറണം. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറിയാൽ ഈ ന്യൂറോൺ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ സംഭവിക്കും.
എന്താ സംഭവിക്കുക? ഡീപോളറൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിക്കും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയാൻ നേരം കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാം എന്താ ഡീപോളറൈസേഷൻ എന്ന്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ ഒഴിവാക്കാം. നമ്മളെ ന്യൂറോൺ നോർമലി നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ന്യൂറോണിൻ്റെ പുറമേ കമ്പയർ ചെയ്യുന്ന നേരം ഉള്ളിൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? പോളാറാണ്. നമുക്കതിന് എന്ത് പറയാം? പോളാർ എന്ന് പറയാം. കാരണം എന്താ? ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇപ്പം ഗ്ലൂട്ടാമേറ്റ് വന്ന് ബൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് വരുന്നുണ്ട്, കയറുന്നുണ്ട്. അതായത് ഇപ്പോൾ Na+ഓ കാൽഷ്യമോ എന്തോ ആവാം, അത് റിസപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ Na+ ഉള്ളിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും തമ്മിൽ എന്താവും? ന്യൂട്രലാവും. അതായത് ഉള്ളിലെ നെഗറ്റീവും വരുന്ന പോസിറ്റീവും തമ്മിൽ ന്യൂട്രലാവും. എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ അവിടെ എന്താവും? 0 ചാർജ് ആവുമല്ലോ. അതിനാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ചാർജ് ഇല്ലാണ്ടാവുക. ഡീപോളറൈസേഷൻ, അതിൻ്റെ ചാർജ് കുറഞ്ഞ് വരുന്നതിനാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, മനസ്സിലാക്കിയോ? ഇനി ഒരു ന്യൂറോൺ ഡീപോളറൈസേഷനിൽ എത്തിയാൽ മാത്രമാണ് അത് എക്സൈറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് ഇവിടെ പഠിക്കേണ്ട കാര്യം. ഒരു ന്യൂറോൺ എന്താണ് ഡീപോളറൈസേഷനിൽ എത്തിയാലാണ് എന്താവുള്ളൂ? അത് എക്സൈറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഗ്ലൂട്ടാമേറ്റിന് എന്തുള്ള കഴിവുണ്ട്? ഇതിനെ ഡീപോളറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ അതിന് ന്യൂറോണിനെ ഡീപോളറൈസേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അത് എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എങ്ങനെയാണ് ന്യൂറോണിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാതെ ഇൻഹിബിറ്റ് ചെയ്ത് നിർപ്പിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ അടുത്ത ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വരയ്ക്കുകയാണ്. അല്ല, ഒരു ന്യൂറോണാണിത്. ഇപ്പുറം അടുത്ത ന്യൂറോണുണ്ട്. ഓക്കെ, അടുത്ത ന്യൂറോണുണ്ട്. അപ്പോൾ ന്യൂറോണിൻ്റെ ഉള്ളിലെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, നോർമലി നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിളാക്കി എടുക്കുന്നത് ഗാബ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. കാരണം അതൊരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഗാബ. അപ്പോൾ ഗാബ എന്താ ചെയ്യുക? ഗാബ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യും. ഗാബ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് അല്ല ഉള്ളിലേക്ക് വരിക, പകരം നെഗറ്റീവ് ചാർജായിട്ടുള്ള ക്ലോറൈഡാണ് ഉള്ളിലേക്ക് വരിക. അപ്പോൾ ക്ലോറൈഡ് വന്നാൽ എന്താ സംഭവിക്കുക? നോർമലി നെഗറ്റീവാണ് ഉള്ളത്. അപ്പോൾ ഇനി വരുന്നതും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചാർജ് കൂടുക ചെയ്യുക. അങ്ങനെ കൂടുന്നതിന് പറയുന്നതാണ് ഹൈപ്പർ പോളറൈസേഷൻ. എന്താണ് ഹൈപ്പർ പോളറൈസേഷൻ? അങ്ങനെ ഒരു ന്യൂറോണിന് ഹൈപ്പർ പോളറൈസേഷൻ നടന്നാൽ അത് ഇൻഹിബിറ്റാണ് നടക്കുക. ഓക്കെ, ഇൻഹിബിഷനാണ് നടക്കുക. അപ്പം ഇവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബയാണ്. അത് ന്യൂറോണിനെ ഹൈപ്പർ പോളറൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താ നടക്കുന്നത്? ഇൻഹിബിഷനാണ് നടക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. ഈ പേജിലുള്ള ഈ ഒരു 4 കാര്യം. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഡീപോളറൈസേഷൻ നടന്നിട്ട് ആണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ ചെയ്യിക്കുക? അത് ഹൈപ്പർ പോളറൈസേഷൻ ആക്കിയിട്ടാണ് ഇൻഹിബിഷൻ നടത്തുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് ബേസ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കാര്യം പറയാനാണ് ഞാൻ ആദ്യം എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അതിലേക്ക് എത്തിയത്. ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മനസ്സിലായാലും മാത്രം ഞാൻ അടുത്തെടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ക്ലിയർ ചെയ്യാം. ഈ കൺസെപ്റ്റ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ അപ്പോൾ ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ ഫാർമക്കോളജി ലെവലിലേക്ക് നീങ്ങുകയാണ്. അതായത് ഡ്രഗ്സിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്? ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരു പാർട്ടാണ്, ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ്. അതിന് ലിംബിക് സിസ്റ്റം എന്ന് പറയും. ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് ലിംബിക് സിസ്റ്റം. ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മൗസിൻ്റെത്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. ലിംബിക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ ലിംബിക് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്ന് പറയും.
ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വന്നാൽ കീറി മുറിച്ച് എഴുതി കൊടുത്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കയറ്റി കൊടുക്കുക. ഇതിൻ്റെ മുന്നേ പറഞ്ഞതും ഒക്കെ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. മനസ്സിലാക്കിയിട്ട് അമിഗ്ഡാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബ്രെയിനിൽ, ലിംബിക് സിസ്റ്റത്തിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഓക്കെ, ഇവിടെ ഈ അമിഗ്ഡാല എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൂട്ടാമേറ്റ്, അതിന് എക്സാമ്പിളാണ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റ്. അമിഗ്ഡാലയിൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് കുറേ ഉണ്ടാവുമല്ലോ. ആ അമിഗ്ഡാലയിൽ എന്തുണ്ടാവും, അവിടെയുള്ള ന്യൂറോണ് എന്ത് ചെയ്യും, ഗ്ലൂട്ടാമേറ്റിനെ റിലീസ് ചെയ്യും. ഓക്കെ, അത് കാരണം എന്തുണ്ടാവും, ഗ്ലൂട്ടാമേറ്റ് കാരണം നമ്മുടെ ബാക്കിയുള്ള ന്യൂറോൺസൊക്കെ എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് നമുക്ക് ഫിയർ, അതുപോലെ തന്നെ ആ ഒരു പേടി, ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഫിയറൊക്കെ വരുന്നത് ഈ ഒരു ഗ്ലൂട്ടാമേറ്റ് കാരണമാണ്. ഓക്കെ, അതെവിടെയുള്ള മെയിനായിട്ട് അമിഗ്ഡാലയിലുള്ള, അതായത് ലിംബിക് സിസ്റ്റത്തിലുള്ള അമിഗ്ഡാല എന്ന് പറഞ്ഞ ഭാഗത്തെ അവിടെ ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് കൂടുന്നേരമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ആ ആൻസൈറ്റി ഉള്ള പേഷ്യൻസിൻ്റെ കേസിൽ എന്തായിരിക്കും, അവിടെ ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർ ആൻഷ്യസ് ആവുന്നത്, അല്ലെങ്കിൽ ഫിയറാണ് അതിൻ്റെ മെയിൻ സിംറ്റം. അങ്ങനെ ആ ഒരു ഫിയറൊക്കെ വരുന്നത് എന്താണ്, ഇത് കാരണമാണ്, ഗ്ലൂട്ടാമേറ്റിൻ്റെ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് പേഷ്യൻസിൻ്റെ കേസാണ്. ഇപ്പോൾ നമ്മുടെ അമിഗ്ഡാലയിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും, കാരണം നമുക്കിപ്പോൾ ആൻസൈറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മുടേത് എന്തായിരിക്കും, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ന്യൂറോണാണ്. ഓക്കെ, ഇതൊരു ന്യൂറോൺ, അതുപോലെ തന്നെ ഇത് വേറൊരു ന്യൂറോൺ. ഓക്കെ, അപ്പോൾ ഈ ന്യൂറോൺ എന്തിനെ റിലീസ് ചെയ്യും, നമ്മുടെ ഗ്ലൂട്ടാമേറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂട്ടാമേറ്റ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സൈറ്റ് ചെയ്യുക. ഈ ന്യൂറോൺ എക്സൈറ്റ് ചെയ്യുക. അങ്ങനെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ആൻസൈറ്റി, ആ ഒരു ഫിയറൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഞാൻ അമിഗ്ഡാലയിലെ ന്യൂറോണിൻ്റെ ഒരു കേസ് പറയുന്നതാണ്. അപ്പം നമ്മുടെ അമിഗ്ഡാലയിലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആൻസൈറ്റി, ഫിയറൊന്നുമില്ല. അതിന് കാരണം അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാബ ന്യൂറോൺ, അതായത് ഗാബ റിലീസ് ചെയ്യുന്നത്, ഗാബ എന്ന് പറഞ്ഞാൽ ഇൻഹിബിട്രിയ. ഓക്കെ, അവിടെ ഗാബ റിലീസ് നടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യും, ഇതിൽ ബൈൻഡ് ചെയ്യും. ഇത് ബൈൻഡ് ചെയ്താൽ എന്ത് നടക്കും, ഈ ന്യൂറോണിന് ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. ഹൈപ്പർ പോളറൈസേഷൻ നടന്നാൽ എന്താ സംഭവിക്കുക, ഈ ഗ്ലൂട്ടാമേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നോർമലി ഗ്ലൂട്ടാമേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗാബയും ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഇപ്പം അവിടെ അമിഗ്ഡാലയിൽ ഈ ഒരു സ്ഥിതിയാണ്, രണ്ടും ബാലൻസ്ഡ് ആണ്. എന്നാൽ ആൻസൈറ്റി ഉള്ള പേഷ്യൻസിന് അവിടെ ഗാബൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം ആൻസൈറ്റി അല്ലെങ്കിൽ ഉറക്കക്കുറവ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ അവിടെ ഗാബൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാബൻ്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഗാബ കറക്റ്റ് ഫങ്ഷനിങ് നടക്കുന്നുണ്ടാവുകയില്ല. ഇതാണ് ആ ഒരു ആൻസൈറ്റി ഒക്കെ വരാൻ കാരണം. അപ്പോൾ കാരണം മനസ്സിലായല്ലോ, ഗാബൻ്റെ ഫങ്ഷനിങ് കുറയുന്നതാണ് അതിന് കാരണം. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഈ ഗാബൻ്റെ ഫങ്ഷനിങ് കുറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഗാബയിലേക്ക് പോവുകയാണ്. അതായത് ഗാബ ബൈൻഡ് ചെയ്യുക റിസപ്റ്ററിലാന്ന് പറഞ്ഞല്ലോ. ഗാബ ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ 2 ടൈപ്പാണ്. നമ്മുടെ ചാപ്റ്റർ ഏകദേശം കഴിയാനായി, നമുക്ക് ഡ്രഗ്സേ ഉള്ളൂ. ഈ ഒരു ഗാബൻ്റെ ഇതും കൂടി പറഞ്ഞാൽ പിന്നെ ഡ്രഗ്സാണ്. അപ്പോൾ ഗാബ ബൈൻഡ് ചെയ്യുക 2 റിസപ്റ്റർ ഉണ്ട്. ഒന്ന് ഗാബ എ റിസപ്റ്ററും ഗാബ ബി റിസപ്റ്ററും. ഇതിൽ ബി ഫാർമക്കോളജിക്കലി അത്ര നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ള റിസപ്റ്റർ ഏതാ, ഗാബ എ ടൈപ്പാണ്. ഈ ഗാബ എ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു അയോൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്ററാണ്. അയോൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്റർ, ഇതിൻ്റെ പേര് തന്നെ ഉണ്ട്. ഈ ഒരു റിസപ്റ്ററിൽ ഒരു അയോൺ ചാനൽ ഉണ്ട്. അയോൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്ററാണ്.
അപ്പോൾ ഇതിലെന്തുണ്ട്, ഈ റിസപ്റ്ററിൽ എന്തുണ്ടാവും, ഒരു അയോൺ ചാനലുണ്ട്. ആ അയോൺ ചാനലാണ്, ക്ലോറൈഡ് ചാനലാണ് എന്തുണ്ടാവുക, ഈ റിസപ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, ഏതാ ചാനൽ, ക്ലോറൈഡ് ചാനൽ. അപ്പോൾ ഈ റിസപ്റ്ററിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ത്രിപാദിയിലുണ്ടാവും. ത്രിപാദിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, പഠിക്കാൻ എളുപ്പം എന്നുള്ള രീതിയിൽ ഞാനൊരു സ്ട്രക്ചർ പറഞ്ഞുതരാം. അപ്പോൾ അതിലിപ്പോൾ ഇതിലെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലവർ പോലെ ഉണ്ടാവുക. ഓക്കെ, ഈ നമ്മുടെ ഗാബ എക്ക് 5 സബ് യൂണിറ്റ് ഉണ്ട്. അതായത് റിസപ്റ്ററിനാണ്. റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ 5 സബ് യൂണിറ്റ് ഉണ്ട്. ആ 5 സബ് യൂണിറ്റാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇത് ആദ്യത്തെ സബ് യൂണിറ്റ് ആൽഫ എന്ന് പറയും. ഓക്കെ, ആൽഫ. ഇത് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ആൽഫ വരയ്ക്കുക, എന്നിട്ട് തൊട്ടപ്പുറം തന്നെ ഒരു ബീറ്റ വരയ്ക്കുക. ഇത് ബീറ്റയാണ്, ആൽഫ ബീറ്റ. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ എന്തോ ആൽഫ, ആൽഫ ബീറ്റ ആൽഫ. ഓക്കെ, ആൽഫയിൽ അവിടെ നിർത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം എന്ത്, ബീറ്റ. ഒരു ഓർഡറിൽ അവിടെ ബീറ്റ. ഓക്കെ, ആൽഫ ബീറ്റ ആൽഫ, ഇപ്പുറം ബീറ്റ. ഇനി 5ാമത്തെ സബ് യൂണിറ്റാണ്, അത് ഗാമയാണ്. ഏതാ, ഗാമ. ഗാമ അല്ലെങ്കിൽ ഡെൽറ്റ, ഏത് പേര് കൊടുക്കുക. ഓക്കെ, ഗാമ അല്ലെങ്കിൽ ഡെൽറ്റ, ഗാമ എടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇതൊരു എന്താണ്, പൂവ് പോലെയാണ്. ഇതിൻ്റെ നടുവിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അയോൺ ചാനൽ. ഓക്കെ, അതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ ആയിരിക്കും, ഇത്രയും ഗ്യാപ്പിലായിരിക്കും. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ന്യൂറോണിൻ്റെ മെംബ്രെയിനിൽ. ഇതിപ്പോൾ ന്യൂറോണിൻ്റെ മെംബ്രെയിൻ ഇങ്ങനെ ഉണ്ടാവുക, മനസ്സിലായോ. ഇത് ന്യൂറോണിൻ്റെ മെംബ്രെയിനാണ്, ഇത് നമ്മളെ സെൽ മെംബ്രെയിൻ. ഓക്കെ, അവിടെ ഈ ഒരു റിസപ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഇത് ഈ റൗണ്ട് ഇട്ട ഓപ്പണിംഗ് ആണ് എന്ത്, ക്ലോറൈഡ് ചാനൽ. ഇത് നോർമലി എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ക്ലോറൈഡ് ചാനൽ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഗാബ വന്ന് ബൈൻഡ് ചെയ്യുന്നേരം ഇത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയാലോ ഇതിലൂടെ എന്ത് വരും, ക്ലോറൈഡ് അയോൺ ഉള്ളിലേക്ക് കയറും. ക്ലോറൈഡ് അയോൺ ഉള്ളിലേക്ക് കയറി എന്താ സംഭവിക്കുക, ഞാൻ പറഞ്ഞു, ഹൈപ്പർ പോളറൈസേഷനാണ് സംഭവിക്കുക. ഓക്കെ, എന്താ സംഭവിക്കുക, ഹൈപ്പർ പോളറൈസേഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക, ഇത് ഇൻഹിബിഷൻ ആയിരിക്കും നടക്കുക. ന്യൂറോണിന് എന്താ സംഭവിക്കുക, ഇൻഹിബിഷൻ. ഓക്കെ അല്ലേ, ന്യൂറോണിന് ഇൻഹിബിഷൻ നടക്കും. ഹൈപ്പർ പോളറൈസേഷൻ നടന്നാൽ ഇൻഹിബിഷൻ നടക്കും. അപ്പോൾ ഈ നമ്മുടെ ഗാബ എന്ത് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ആൽഫ ബീറ്റ സ്ഥലമില്ലേ, ഈ ആൽഫൻ്റെയും ബീറ്റൻ്റെയും ഇടയിലായിട്ടാണ് ശരിക്കും ഗാമ വന്ന് ബൈൻഡ് ചെയ്യുക. ഞാൻ വേറൊരു കളർ എടുക്കാം, നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഈ ഒരു പാർട്ട്. അതായത് ആൽഫ ബീറ്റ അതിൻ്റെ ഇടയിലായിട്ട് ഈ റെഡ് ഇട്ട സ്ഥലത്താണ് നോർമലി ഗാബ വന്ന് ബൈൻഡ് ചെയ്യുക. ബൈൻഡ് ചെയ്യുന്നവരാണ് ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആവുക. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ഇതിലെ ഡ്രഗ്സ്. ഓക്കെ, ഇതിൻ്റെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഈ 4 ഡ്രഗ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗാബൻ്റെ ആക്ഷൻ എന്താണോ അതേ ആക്ഷൻ നൽകുന്ന ഡ്രഗ്സാണ്. ഇപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്, ഞാൻ ഈ വരച്ച, അതായത് ക്ലോറൈഡ് ചാനലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും, ഹൈപ്പർ പോളറൈസേഷൻ നടക്കും, ഇൻഹിബിഷൻ നടക്കും ന്യൂറോണിന്. അത് കാരണം എന്താ സംഭവിക്കുക, ന്യൂറോൺ ഇൻഹിബിറ്റ് ആയാൽ ആൾക്ക് എന്ത് വരും, ഉറക്ക് വരും. അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആളെന്താവും, കാമാവും. കാരണം എന്താ, ആ എക്സൈറ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ഒക്കെ എന്തായിട്ടുണ്ട്, കാമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഹിബിറ്റഡായി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡ്രഗ്സ് എന്തായിരിക്കും, ഗാബൻ്റെ അതേ ആക്ഷൻ കാണിക്കുന്ന ഡ്രഗ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് ക്ലാസ് ഡ്രഗ് നോക്കാം. ആദ്യത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് ഏത്, ബെൻസോ ഡയസപ്പി എന്ന് പറയും. ഇതിൻ്റെ കോഡ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, ഡ്രഗ്സ് എങ്ങനെ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തേത് ഏതാ, ബെൻസോ ഡയസപ്പീൻ. ഞാൻ ഷോർട്ടാക്കിയിട്ട് BSD എന്ന് എഴുതുന്നുണ്ട്, ബെൻസോ ഡയസപ്പീൻ. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഇതിലൊരു ബെൻസീൻ റിങ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു ഡയസപ്പീൻ റിങ്ങും ഉണ്ടാവും. ഓക്കെ, അത് മെഡിസിനൽ കെമിസ്ട്രിയിൽ വരുന്നതാണ്. ഇതിന് ഒരു ബെൻസീൻ റിങ്ങും ഉണ്ട്, ഡയസപ്പീൻ റിങ്ങും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വരക്കുന്നില്ല, ഇതിൽ ഞാൻ ഇട്ടുതരാം.
നീല കളറിൽ കാണുന്നത്, അതായത് നമ്മുടെ ആൽഫൻ്റെയും ഗാമൻ്റെയും ഇടയിൽ, അതായത് ഞാൻ നീല റൗണ്ട് ചെയ്ത് കണ്ടില്ലേ, അതിൻ്റെ ഇടയിലായിട്ടാണ് ആര് ബൈൻഡ് ചെയ്യുക, നമ്മുടെ ഈ ഡ്രഗ് ബെൻസോ ഡയസെപ്പീൻ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഇടുക. ആൽഫൻ്റെയും ആ ഡെൽറ്റ അല്ലെ ഗാമൻ്റെ അതിൻ്റെ ഇടയിലാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്, BST. ഓക്കെ അല്ലേ? അപ്പോൾ BST അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്താൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇവിടെ ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷനാണ് ബെൻസോഡയസെപ്പിൻ്റെ ആക്ഷൻ. ഏതാ? ഗാബ ഫെസിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കുക. ഓക്കെ. അപ്പോൾ ബെൻസോഡയസെപ്പിൻ എന്താ ചെയ്യുക? ബെൻസോഡയസെപ്പിൻ എന്ന് പറയുന്നത് ഈ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഡ്രഗാണ് ബെൻസോഡയസെപ്പിൻ. അതുകൊണ്ട് തന്നെ അതിന് ഒറ്റൊരു ആക്ഷനേ ഉള്ളൂ, അത് ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷനാണ്. ഓക്കെ, ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷൻ. എന്താ ഈ ഫെസിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഹായിക്കുകയാണ്. അപ്പോൾ ബെൻസോഡയസെപ്പിൻ സഹായിക്കുന്നുണ്ട് ആരെ? ഗാബയെ. ഓക്കെ, ഗാബയെ സഹായിക്കുക. എങ്ങനെ? ഗാബ കൂടുതലായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെൻസോഡയസെപ്പിൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടുതരാം. ഇപ്പം ബെൻസോഡയസെപ്പിൻ, ഓക്കെ, അതിലൊരു ഡ്രഗാണ് ഡയസപ്പാം എന്ന് പറഞ്ഞ ഡ്രഗ്. ആ ഡയസപ്പാം എന്ത് ചെയ്യും? ഞാൻ മഞ്ഞെടുക്കാം. ആ ഡയസപ്പാം ഈ സൈറ്റിൽ വരും, നമ്മുടെ ബെൻസോഡയസെപ്പിൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇവിടെ ഓൾറെഡി ഗാബ എന്തുണ്ടാവും? ഇവിടെ ഉണ്ടാവും, ഗാബൻ്റെ ന്യൂറോൺ ഉണ്ടാവും. അവിടെ ഗാബ റിലീസായിട്ടുണ്ടാവും. ശരിക്കും എന്തായിരിക്കും ഫങ്ഷൻ? ആ ഗാബക്ക് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചിലപ്പം ആൻസൈറ്റി വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ബെൻസോഡയസെപ്പിനിലേക്ക് ഈ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യും? ഗാബ ഇല്ലേ, ഗാബനെ ഞാൻ റെഡാക്കി എടുക്കുന്നത്. അപ്പം ആ ഗാബ ഇവിടെ അതിൻ്റെ സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ എഫിനിറ്റി എന്ത് ചെയ്യും? കൂടും, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടും. നോർമലി വരുന്നതിനേക്കാൾ എന്ത് ചെയ്യും? നല്ലോണം വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ വന്ന് ബൈൻഡ് ചെയ്താലോ അത് ഇതിനെ എന്ത് ചെയ്യും? ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആക്കും, ഹൈപ്പർ പോളറൈസേഷൻ നടത്തും, അങ്ങനെ ഇൻഹിബിഷൻ നടക്കും. ഓക്കെ, അപ്പം ഡയസപ്പാം എന്താ ചെയ്തത്? അത് ഒരു സ്ഥലത്ത് വന്ന് ബൈൻഡ് ചെയ്ത്, അത് കാരണം ഗാബന എന്ത് ചെയ്ത്? ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ സഹായിച്ച്. അതുകൊണ്ടാണ് എന്ത് ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം ബെൻസോഡയസെപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷനാണ്. അതിൻ്റെ എഫിനിറ്റി, അതായത് ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു ഇത് കൂട്ടിക്കൊടുക്കുന്നതാണ് ആര് ചെയ്യുന്നത്? ബെൻസോഡയസെപ്പിൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഡ്രഗാണ്. ഇത് നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് രണ്ട് മെക്കാനിസം ഉണ്ട്. ആദ്യത്തേത് ഫസ്റ്റ് പഠിച്ചുകൊണ്ട് ഒറ്റ മെക്കാനിസം, ഗാബ ഫെസിലിറ്റേറ്റിംഗ്. രണ്ടാമത്തെ ഡ്രഗാണ് ബാർബിച്ചുറേറ്റ് അല്ലെങ്കിൽ ബാർബിച്ചൂറിക് ആസിഡ് എന്നും പറയും. നമുക്ക് ബാർബിച്ചുറേറ്റ്സ് എന്ന് മതി. ഓക്കെ, ബാർബിച്ചുറേറ്റ്സ്. അപ്പോൾ ബാർബിച്ചുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളിനി പഠിക്കേണ്ടത് നമ്മളെ നേരത്തെ സെയിം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഗാബ ഫെസിലിറ്റേറ്റിംഗ്. ഓക്കെ, ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മറ്റേ ബെൻസോഡയസെപ്പിൻ്റെ സെയിം ഫങ്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഗാബ മിമെറ്റിക് ആക്ഷനും കാണിക്കുന്നുണ്ട്. ഗാബ മിമെറ്റിക് ആക്ഷൻ. അപ്പോൾ എന്താണ് ഈ മിമെറ്റിക് ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അതിനു മുന്നേ ഇത് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇത് ഗാബ ബൈൻഡ് ചെയ്യുന്ന അതേ സ്പോട്ടിലാണ്. അതേ സ്പോട്ടല്ല, ഏകദേശം അടുത്തായിട്ട് വരും. ഈ ആൽഫൻ്റെയും ബീറ്റൻ്റെയും ഇടയിൽ തന്നെയാണ്. പക്ഷേ ഗാബ ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ല, പകരം കുറച്ച് വിട്ടിട്ടുള്ള വേറൊരു സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എടുക്കാം. ആൽഫൻ്റെയും ബീറ്റൻ്റെ ഇടയിൽ തന്നെയാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുക? ബാർബിച്ചുറേറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ബാർബിച്ചുറേറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ബാർബിച്ചുറേറ്റ്സ് വന്ന് ഇവിടെ ബൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യും? നേരത്തെ ബെൻസോഡയസെപ്പിൻ ചെയ്ത പോലെ തന്നെ ഗാബ വന്ന് ബൈൻഡ് ചെയ്യുന്നത് കൂടും. അതിനാണ് എന്ത് പറയുക? ഗാബ ഫെസിലിറ്റേറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗാബ മിമെറ്റിക് ആക്ഷൻ? ഇപ്പം ബാർബിച്ചുറേറ്റിൻ്റെ ഡോസ് കൂടിയാൽ
നമ്മൾ ഡോസ് നല്ലോണം കൂട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യും, ഈ ബാർബിറ്റുറേറ്റ്സ് പോയിട്ട് എന്ത് ചെയ്യും, ഗാബൻ്റെ ആക്ഷൻ നൽകും. മീൻസ് ഗാബ വന്ന് ബൈൻഡ് ചെയ്യേണ്ട, പകരം ബാർബിറ്റുറേറ്റ് തന്നെ അവിടെ ബൈൻഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആക്കും. മറ്റേതിന് സ്വന്തമായിട്ട് ഓപ്പൺ ആക്കാൻ കഴിവില്ല, അത് ഗാബന ബൈൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. എന്നാൽ ബാർബിറ്റുറേറ്റ്സിന് 2 കഴിവുണ്ട്. ലോ ഡോസിൽ ഇതിനെ ഗാബന സഹായിക്കും, ഹൈ ഡോസിൽ സ്വന്തമായിട്ട് ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആക്കും. അതാണ് ഗാബ മിമെറ്റിക്, ഗാബന അനുകരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ അല്ലേ ഫെസിലിറ്റേറ്റിങ്ങും ഗാബ മിമെറ്റിക്കും. ഇത്രയാണ് വരുന്നത് ബാർബിറ്റുറേറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. എന്നാൽ ഈ ബാർബിറ്റുറേറ്റ്സ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എക്സെപ്റ്റ് 2 ഡ്രഗ്, ബാർബിറ്റുറേറ്റ്സിലെ 2 ഡ്രഗ് ഒഴികെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ, മെയിനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് സൂയിസൈഡ് ടെൻഡൻസി. ആൾക്കാർക്ക് വരുന്നുണ്ട്, സൂയിസൈഡ് ടെൻഡൻസി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ബാർബിറ്റുറേറ്റ്സിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന 2 ഡ്രഗാണ് ഉള്ളത്. ഒന്ന് തയോപെൻഡോൺ, ബാർബിറ്റുറേറ്റ്സിൽ വരുന്ന ഒരു ഡ്രഗാണ് തയോപെൻഡോൺ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കും. ഓക്കെ, തയോപെൻഡോണ് മയക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തയോപെൻഡോൺ. അതുപോലെ തന്നെ അവസ്മാരത്തിൽ, അതായത് എപ്പിലെപ്സിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫീനോബാർബിറ്റോൺ എന്ന് പറഞ്ഞ ഡ്രഗും ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 ഡ്രഗേ നിലവിൽ ബാർബിറ്റുറേറ്റ്സിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ കാരണം എന്താണ്, അതിൻ്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ 2 ഡ്രഗ് എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞ ഡ്രഗും ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഡ്രഗും ഉണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞ ഡ്രഗ് 1 mg വേണം അതിൻ്റെ ആക്ഷൻ കിട്ടാൻ. എ എന്ന് പറഞ്ഞ ഡ്രഗിന് 1 mg വേണം ആക്ഷൻ കിട്ടാൻ. എന്നാൽ അത് നമുക്ക് ടോക്സിക് ആവുക ഒരു 10 mg ആണെന്ന് വിചാരിക്കുക. 10 mg നമ്മൾ എടുത്താലാണ് അത് ടോക്സിക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 mg ആയാൽ നമുക്ക് എഫക്റ്റ് കിട്ടും. അത് 2 mg ആയാലും നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ 9 mg വരെ നമുക്ക് കുഴപ്പമില്ല. അത് ടോക്സിക് ആവുകയാണ് 10 വരെയാണ്. അപ്പോൾ നമുക്ക് ഈ 1-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ളത് നമുക്ക് ഡ്രഗ് എടുത്താലും കുഴപ്പമില്ല. എന്നാൽ ബി എന്ന് പറഞ്ഞ ഡ്രഗ്, ഈ ബി എന്ന് പറഞ്ഞ ഡ്രഗ് 1 mg ആണ് എഫക്റ്റ് തരിക. അപ്പോൾ 1 mg എന്തായാലും എടുക്കണം. അപ്പോൾ അതിൻ്റെ ടോക്സിക് ഡോസ് എന്ന് പറയുന്നത് 3 mg ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കെന്താണ്, ഈ 3 mg-ൻ്റെയും 1 mg-ൻ്റെയും ഇടയിലുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു അല്ലേ. അപ്പം ഇത് ഭയങ്കര ടോക്സിക് ഡ്രഗാണ്. അതിനാണ് ഈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുക. ഈ ഒരു ഗ്യാപ്പില്ലേ, അതായത് നമുക്ക് കിട്ടേണ്ട എഫക്റ്റ്, അതുപോലെ തന്നെ ടോക്സിക് ഡോസ്, അതായത് തെറാപ്യൂട്ടിക് ഡോസും ആ എഫക്റ്റ് കിട്ടുന്നതിന് തെറാപ്യൂട്ടിക് ഡോസ് എന്നാണ് പറയുക. ആ തെറാപ്യൂട്ടിക് ഡോസും നമ്മുടെ ടോക്സിക് ഡോസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുക. അപ്പോൾ ബാർബിറ്റുറേറ്റ്സിന് ഈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ ഷോർട്ടാണ്. ഇപ്പോൾ ഷോർട്ടായതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഈ കേസിൽ കുറച്ച് ലോങ് ആണ്, കാരണം അത്രയും ഗ്യാപ്പ് ഉണ്ട്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് സേഫ് ഡ്രഗാണ്. ഓക്കെ, മറ്റേത് സേഫ് അല്ലാത്തത് കൊണ്ടാണ് ബാർബിറ്റുറേറ്റ്സ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയാണ് ബാർബിറ്റുറേറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബാർബിറ്റുറേറ്റ്സ് നമ്മൾ ഡ്രഗ് കഴിച്ച് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ബാർബിറ്റുറേറ്റ്സ് എടുത്താൽ നമ്മുടെ CNS-ന് എന്താ സംഭവിക്കുക, അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എന്തൊക്കെ സംഭവിക്കും, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് എന്ത് സംഭവിക്കാം, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ എന്ത് സംഭവിക്കാം, ജസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം, ഇത് ബാർബിറ്റുറേറ്റ്സിനും ബാധകമാണ്, ബെൻസോഡയസെപ്പിനും ബാധകമാണ്. ഏകദേശം രണ്ടും ഒരേ എഫക്റ്റാണ്. അപ്പോൾ CNS-ലാണെങ്കിൽ അത് ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ എഫക്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ലോ ഡോസിൽ സെഡേഷനാണ് എഫക്റ്റ് വരിക, സെഡേഷനാണ് എഫക്റ്റ്. ഇനി കുറച്ചുകൂടെ ഡോസ് കൂടിയാൽ സ്ലീപ്പാവും, അതായത് ഹിപ്നോട്ടിക് ആവും. സെഡേഷനാണ് ആദ്യം, പിന്നെ കുറച്ചുകൂടെ ഡോസ് കൂട്ടുകയാണെങ്കിൽ സ്ലീപ്പ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ആവും. ഇനി കുറച്ചുകൂടെ ഡോസ് കൂട്ടുകയാണെങ്കിൽ അനസ്തെറ്റിക് ആവും, അതായത് അനസ്തെറ്റിക് സ്റ്റേജിലേക്ക് മാറും.
ഇനി കുറച്ചുകൂടെ അതായത് ഇനിയും ഡോസ് കൂട്ടുകയാണെങ്കിൽ അത് കോമയിലേക്ക് മാറും. ആളെന്താവും കോമ അല്ലെങ്കിൽ ഡെത്ത്. ഓക്കെ, ഈ ഒരു സ്റ്റേജിലേക്ക് മാറും. ഡോസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഫക്റ്റ് കിട്ടുക. അപ്പോൾ എന്താണ്, ബാർബിറ്റുറൈസൊക്കെ എടുത്താൽ മെയിനായിട്ട് എന്ത് സംഭവിക്കും, ഈ കോമയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്, ഡെത്ത്. അതുകൊണ്ടാണ് ആ ഡ്രഗ് ഒഴിവാക്കിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് CNS നടക്കുന്നത്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ സിമ്പിളാണ്. നമ്മൾ ഉറങ്ങുന്ന നേരം അല്ലെങ്കിൽ ഈ മയങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, റെസ്പിറേഷൻ എന്തായിരിക്കും, കാമായിരിക്കും. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി കുറയുക ചെയ്യുക. ഹൈ ഡോസിലാകുന്ന നേരം എന്ത് ചെയ്യും, ശ്വാസം മുട്ടും, റെസ്പിറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ ബാർബിറ്റുറേറ്റ് പോയിസണിങ് നടന്നാൽ എന്താണ്, ശ്വാസം മുട്ടിയാണ് ആൾ മരിക്കുക. ഓക്കെ, ഹൈ ഡോസിൽ എന്താണ്, റെസ്പിറേറ്ററി സപ്രഷനാണ് നടക്കുക. ഇനി അടുത്ത കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിലോ, നമ്മൾ ഉറങ്ങുന്ന നേരം എന്താണ്, നമ്മുടെ ഹാർട്ട് ബീറ്റും ഒക്കെ എന്തായിരിക്കും, നമ്മുടെ ഹാർട്ട് ബീറ്റും BP ഒക്കെ കുറയും. നോർമൽ ഡോസിൽ കുറയും. അപ്പോൾ ഹൈ ഡോസിലാണെങ്കിലോ ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, BPയും നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ കുറയും. ഓക്കെ, ഇനി മസിൽസിലാണെങ്കിൽ, സ്കെലറ്റൽ മസിൽസിലാണെങ്കിൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. സ്കെലറ്റൽ മസിൽ റിലാക്സ് ആണ് ആവുക. സ്കെലറ്റൽ മസിൽസൊക്കെ എന്താവും, റിലാക്സ് ആവും. കാരണം ഉറങ്ങുന്ന നേരം നമ്മളെന്താണ്, റിലാക്സ് അല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം എന്താണ്, സ്കെലറ്റൽ മസിൽസൊക്കെ എന്താവും, റിലാക്സ് ആവും. ഇത്രയാണ് ഇതിൻ്റെ ആക്ഷൻ. ഇതിൻ്റെ നമ്മുടെ ഫാർമക്കോളജിക്കൽ എന്ത് വരുന്നത്, ആക്ഷൻ വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത്. ഇനി ഒരു കാര്യം പറയാൻ മറന്ന്, ഈ ബാർബിറ്റുറേറ്റ് പോയിസണിങ് നടന്നാൽ ആൾക്ക് എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് ചിലപ്പോൾ കോമയിലാവാം, ചിലപ്പോൾ റെസ്പിറേറ്ററി സപ്രഷൻ നടക്കാം, BP കുറയാം, ഹാർട്ട് റേറ്റ് കുറയാം, സ്കെലറ്റൽ മസിൽസൊക്കെ റിലാക്സ് ആയി പോയിട്ട് ആൾ വീഴാം. ഓക്കെ, അത് നടക്കാം. ഇനി ബാർബിറ്റുറേറ്റിന് ഒരു ആൻറ്റിഡോട്ട് ഇല്ല. പോയിസണിങ് നടന്നാൽ എന്താണ്, ആൻറ്റിഡോട്ടൊന്നുമില്ല. ഓക്കെ, നോ ആൻറ്റിഡോട്ട്. ഇതിനെന്തില്ല, ആൻറ്റിഡോട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് അധികം ഉപയോഗിക്കാത്തത്, നോ ആൻറ്റിഡോട്ട്. എന്നാൽ ബെൻസോഡൈസെപ്പിൻ എന്തുണ്ട്, പോയിസണിങ് നടന്നാലും ആൻറ്റിഡോട്ട് ഉണ്ട്. ഇവിടെ ആൻറ്റിഡോട്ട് ഇല്ല. എന്നാൽ ബെൻസോഡൈസെപ്പിൻ എന്തുണ്ട്, ആൻറ്റിഡോട്ട് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റിഡോട്ടിൻ്റെ പേരാണ് ഫ്ലൂമാസെനിൽ. ആൻറ്റിഡോട്ട് ഉണ്ട്. അപ്പോൾ ഇത് പോയിസണിങ് നടന്നാലും എന്താണ്, ആ ഒരു ഡ്രഗ് കൊടുത്താൽ, ഫ്ലൂമാസെനിൽ എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുത്താൽ സേഫാണ്. ഓക്കെ, ഏതാണ്, ഫ്ലൂമാസെനിൽ എന്ന് പറഞ്ഞ ആൻറ്റിഡോട്ട് ഉണ്ട്. അപ്പോൾ 2 കാറ്റഗറി ഡ്രഗ് പഠിച്ച്, ഫ്ലൂമാസെനിൽ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഡ്രഗും കൂടെ ഇതിൽ പഠിക്കാനുള്ളൂ. ആ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഡ്രഗാണ് എന്തു പറയും, നോൺ ബെൻസോഡൈസെപ്പിൻ. നമ്മൾ ആദ്യം ബെൻസോഡൈസെപ്പിൻ എന്ന് പഠിച്ചു. ഇനി അടുത്തത് നോൺ ബെൻസോഡൈസെപ്പിൻ. ഒന്നുമില്ല, ഇത് ബെൻസോഡൈസെപ്പിൻ്റെ സെയിം ഫങ്ഷനാണ്, പക്ഷേ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. നോൺ ബെൻസോഡൈസെപ്പിൻ എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസെപ്പിൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുതന്നെയാണ് ചെയ്യുക. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് സ്ട്രക്ചറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനും എന്താണ്, പോയിസണിങ് എന്ന് പറഞ്ഞാൽ ആൻറ്റിഡോട്ട് ഫ്ലൂമാസെനിലാണ്. ഓക്കെ, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡ്രഗ്സ് പഠിക്കാനുള്ളത്. പിന്നെ ഒരു അതർ CNS ഡിപ്രസൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ CNSനെ കാമാക്കുന്ന വേറെ കുറച്ച് ഡ്രഗ്സും ഉണ്ട്. അത് വലിയ കാര്യമാക്കേണ്ട. ഈ 3 ഡ്രഗാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ നോൺ ബെൻസോഡൈസെപ്പിൻ്റെ വേറൊരു പേരാണ് Z കാറ്റഗറി ഡ്രഗ്സ് എന്ന് പറയും. Z കാറ്റഗറി ഡ്രഗ്സ്. നമ്മുടെ ഈ ലൂസിഫർ സിനിമയിൽ ഈ ഒരു ഡ്രഗ്സിനെ പറ്റി പറയുന്നുണ്ട്, Z കാറ്റഗറി ഡ്രഗ്സ്. ഓക്കെ, Z കാറ്റഗറി ഡ്രഗ്സ്. കാരണം ഇതിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുക Z-ലായിരിക്കും. ഇത്രയാണ് ഡ്രഗ്സ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രഗ് പഠിക്കാം. ഒറ്റ മിനിറ്റ്, അതിൻ്റെ ഡ്രഗിൻ്റെ മുന്നേ ഞാൻ കുറച്ച് സൈഡ് എഫക്റ്റും കൂടെ കോമൺ ആക്കി പറഞ്ഞുതരാം. അതും കൂടെ കഴിഞ്ഞാൽ ഡ്രഗ് ബൈ ഹാർട്ട് ചെയ്യുക, ചാപ്റ്റർ കഴിഞ്ഞ്. അപ്പം ബെൻസോഡൈസെപ്പിൻ്റെ കോമൺ സൈഡ് എഫക്റ്റാണ്. ഇതിൽ ഏത് ഡ്രഗിൻ്റെയും സൈഡ് എഫക്റ്റ് സെയിം ആക്കി എഴുതിയാൽ മതി. അപ്പോൾ സൈഡ് എഫക്റ്റിൽ വരുന്നതാണ്, ഇത് സെൻട്രലി ആക്ടിങ് ആണല്ലോ. നിങ്ങൾ സെൻട്രലി ആക്ടിങ് ഏത് ഡ്രഗ് പഠിക്കുന്നോ അതിനൊക്കെ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് അഡിക്ഷനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനോ അതൊക്കെ എഴുതാം. ഓക്കെ, അഡിക്ഷൻ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. പിന്നെ ഡിസിനെസ് ഉണ്ടാവും. സെൻട്രൽ നെർവസ് സിസ്റ്റം ആയതുകൊണ്ട് ഡിസിനെസ്, ഒരു തലകറക്കം അല്ലെങ്കിൽ ആ ഒരു തലചിറ്റൽ പോലെ ഒരു മന്ദത അങ്ങനെയൊക്കെ പറയാം, ഡിസിനെസ്.
ഓക്കെ. അതുപോലെ തന്നെ കോൺസെൻട്രേഷനൊക്കെ കുറയും. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് അലേർട്ട്നെസ്, അങ്ങനത്തെ കാര്യമൊക്കെ കുറയും. കാരണം എന്താ, CNSലാണ് ആക്ട് ചെയ്യുന്നത്. കോൺസെൻട്രേഷനും അങ്ങനത്തെ അലേർട്ട്നെസ്സൊക്കെ കുറയും. അതുപോലെ തന്നെ ഇത് മസിൽസിന് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ മോട്ടോർ കോർഡിനേഷനും കുറവായിരിക്കും. ഓക്കെ. മോട്ടോർ കോർഡിനേഷനിലും ചിലപ്പോൾ എന്തുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. മോട്ടോർ കോർഡിനേഷനിലും പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ എന്തിനും എഴുതാം, ബാർബിറ്റുറേറ്റ്സിനും ഈ എന്ത് എഴുതാം, ഈ സൈഡ് എഫക്ട്സ് എഴുതാം. സെയിം സൈഡ് എഫക്റ്റ് തന്നെ എന്തിനും എഴുതാം, ബാർബിറ്റുറേറ്റ്സിന് എഴുതാം. അവിടെ എക്സ്ട്രാ 2 സൈഡ് എഫക്റ്റും കൂടെ എഴുതണം. ഓക്കെ. അവിടെ എക്സ്ട്രാ 2 സൈഡ് എഫക്റ്റ് ഏതാ, ഒന്ന് സൂയിസൈഡൽ ടെൻഡൻസി. ഓക്കെ. ഒന്ന് സൂയിസൈഡൽ ടെൻഡൻസി, രണ്ടാമത്തേത് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ ഷോർട്ടാണ്. അതുപോലെ തന്നെ ഈ പോയിസണിങ് ആയാലും ഇതിനൊരു ആൻറ്റിഡോട്ടും ഇല്ല. അതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ യൂസ്, ബാർബിറ്റുറേറ്റ്സ് ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എക്സെപ്റ്റ് ഏതാണ്, തയോപെൻറ്റോൺ ഇൻ അനസ്തേഷ്യ, ഫിനോബാർബിറ്റോൺ ഇൻ എപ്പിലെപ്സി. ഈ 2 യൂസേ ഉള്ളൂ ബാർബിറ്റുറേറ്റ്സിന്. ഓക്കെ. എന്നാൽ ഡയസപ്പാമിൻ്റെ യൂസ് എന്ന് പറയുന്നത് അത് കോഡാണ്, എ ഡയസപ്പാം എന്നുള്ളത്. ഓക്കെ. അതിൻ്റെ യൂസ് എന്താണ്, എ ഡയസപ്പാം. അതിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ കോഡ്, എ. അതായത് ഇതിൽ വരുന്ന മെയിൻ ഡ്രഗാണ് ഡയസപ്പാം. അപ്പോൾ തന്നെയാണ് അതിൻ്റെ കോഡും, യൂസിൻ്റെ കോഡാണ് ഡയസപ്പാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എ എന്ന് പറയുന്നത് എന്താ, ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റം. അതായത് ഒരു കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഈ കള്ള് കൂടി ഒഴിവാക്കിയാൽ അയാളെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റങ്ങളൊക്കെ ഇല്ലേ, അതായത് ആൻസൈറ്റി, അയാൾ ഭയങ്കര എന്താവും, ആൻസൈറ്റി, ഹൈപ്പറാവും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പം ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രം. രണ്ടാമത്തേത് ഡി എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് മൈനർ ഓപ്പറേഷൻ. ചെറിയ ഓപ്പറേഷനൊക്കെ ഉപയോഗിക്കും. കാരണം എന്താ, നമ്മളിത് മയക്കാനും അതുപോലെ തന്നെ മസിലിനൊക്കെ റിലാക്സ് ചെയ്ത് നിൽപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മൈനർ ഓപ്പറേഷൻസിലും ഡയഗ്നോസ്റ്റിക്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഐ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ, ഇൻസോംനിയക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി വീണ്ടും എ വരുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ സെഡ് മൈൻഡ് ആക്കണ്ട. പിന്നെ അടുത്ത ഇ ആണ് എപ്പിലെപ്സി, അപസ്മാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പി എന്ന് പറഞ്ഞാൽ പ്രീ അനസ്തെറ്റിക്, മയക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുന്നുണ്ട്. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കും, ഈ ബെൻസോഡയസെപ്പിൻ കൊടുക്കാറുണ്ട്, പ്രീ അനസ്തെറ്റിക് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി എ എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സിൻ്റെ വേറൊരു പേരാണ് ആൻറ്റി കൺവൾസെൻ്റ്, അതായത് വേറെയിൽ ഇല്ലാണ്ടാക്കുക, ആൻറ്റി കൺവൾസെൻ്റ്. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്, മസിൽ റിലാക്സൻ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്, മസിൽ റിലാക്സൻ്റ്. ഓക്കെ. ഇത്രയാണ് യൂസ് വരുന്നത്. അപ്പോൾ യൂസ് ചിലപ്പം ചോദിക്കും, എന്താണ് 2.5 മാർക്കിന് പകുതിയാക്കി ചോദിക്കാം, യൂസ് ഓഫ് ബെൻസോഡയസെപ്പിൻ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഒന്ന് ഡീറ്റെയിൽ ആക്കി കുറച്ച് വെച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ചോദിക്കുകയാണെങ്കിൽ എഴുതി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഡ്രഗ് ബെൻസോഡയസെപ്പിൻ എന്ന് പറഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഗാബ ഫെസിലിറ്റേറ്റിംഗ്, എന്നിട്ട് ഈ ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്, അത് ക്ലോറൈഡ് ഇൻഫ്ലക്സ് നടത്തും, ഹൈപ്പർ പോളറൈസേഷൻ, അങ്ങനെയാണ് ഇൻഹിബിഷൻ നടക്കുന്നത്. അപ്പോൾ മെക്കാനിസമായി. എന്നിട്ട് പറയേണ്ടത് എന്താ, അതിൻ്റെ സൈഡ് എഫക്റ്റ്, പിന്നെ അതിൻ്റെ യൂസ്, പിന്നെ ഒരു ആൻറ്റിഡോട്ട് ഉണ്ട്, അത് ഫ്ലൂമാസെനിലാണ്. ഇത്രയും കാര്യമാണ് ബെൻസോഡയസെപ്പിൻ. ഈ സെയിം സംഭവം എന്തിലും, ബാർബിറ്റുറേറ്റ്സിലും പഠിക്കുക, അതുപോലെ തന്നെ നോൺ ബെൻസോഡയസെപ്പിനിലും പഠിക്കുക. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ചാപ്റ്റർ. ഈ 3 ക്ലാസിഫിക്കേഷൻ 5 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കുക. അല്ലെങ്കിൽ മൊത്തത്തിൽ 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ആ ഒരു ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് മസ്റ്റാണ്. ഈ ഒരു എക്സൈറ്റേഷൻ, ഈ ഒരു പേജ് മറ്റേ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ, അതാണ് നമ്മളിപ്പം പഠിച്ചത്. നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഇതായിരിക്കും, ഡീപോളറൈസേഷൻ നടന്നാലാണ് എക്സൈറ്റേഷൻ നടക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ തറവാക്കി റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ അത് നിങ്ങൾക്ക് ഈസിയാവും. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഡ്രഗ്സാണ്. ഡ്രഗ്സിന് ഞങ്ങൾക്ക് കോഡ് പറഞ്ഞുതരാം എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഏതാണ്, ബെൻസോഡയസെപ്പിൻ.
ഓക്കെ, നിങ്ങൾ ഈ കോഡ് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യണേ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡ്രഗ് ഏതാണ്? ബെൻസോ ഡയസപ്പീൻ. അപ്പോൾ ബെൻസോ ഡയസപ്പീൻ പഠിക്കണം. അപ്പോൾ ബെൻസോ ഡയസപ്പീനിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ത്രിപാദി ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് ഹിപ്നോട്ടിക്. ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ ഏതാ? ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു എന്ത് പറഞ്ഞാൽ മതി? ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു കഥ നോക്കുക. അതായത് ഞങ്ങളൊക്കെ ഹോസ്റ്റലിലുള്ള ടൈമിൽ പഠിച്ചതാണിത്. അപ്പോൾ ഞങ്ങൾ അന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഫ്ലോറിലാണ് കിടക്കുക, ബെഡില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ കിടക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയൊരു കോഡാണ്. അതായത് നല്ല ഉറക്കത്തിന്, ഇതിപ്പോൾ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നല്ല ഉറക്കത്തിന് എന്ത് ചെയ്യണം? അതായത് രാത്രി ഫ്ലോറിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ 2 or 3 ആളുകൾ, അതായത് ഒരു ടീമായിട്ട്, അതായത് അടുത്തടുത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ടീമല്ലാതെ അല്പാൽപ്പായിട്ട് വിട്ട് കിടക്കുന്നതാണ് നല്ല ഉറക്കത്തിന് ബെറ്റർ. അപ്പോൾ ഈ ഒരു കഥ കറക്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ പഠിച്ചാൽ നമ്മുടെ ഡ്രഗ് ഓക്കെയാണ്. അതായത് നല്ല ഉറക്കത്തിന് അതായത് നമ്മൾ ഉറങ്ങാൻ നൈറ്റാണല്ലോ. അപ്പം നൈറ്റ് എന്ന് പറഞ്ഞാൽ നൈട്രാസെപ്പാം. അപ്പോൾ നൈറ്റ് നല്ല ഉറക്കത്തിന് എവിടെയായിരുന്നു കിടക്കുന്നത്? നൈട്രാസെപ്പാം, ഫ്ലോറിലാണ്. അപ്പം ഫ്ലോറാസെപ്പാം. ഓക്കെ, സ്പെല്ലിങ് നിങ്ങൾ നോക്കണേ, ഫ്ലോറാസെപ്പാം. ഓക്കെ, നൈട്രാസെപ്പാം ഫ്ലോറിലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു? 2 or 3 ആളുകൾ. ഓക്കെ, 2 എന്ന് പറയുന്നത് ഡയസെപ്പാം. 2 or 3 എന്ന് പറഞ്ഞാൽ ട്രയസോളാം. അത് നിങ്ങൾക്ക് ഡ്രഗ്സ് നോക്കിയാൽ കിട്ടും, ട്രയസോളാം. അപ്പോൾ 2 or 3 ആളുകൾ ടീമായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത്, അതായത് ഒരുമിച്ച് കിടക്കുന്നതിനേക്കാൾ നല്ലത്, ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ടീമാസെപ്പാം. ഓക്കെ, ടീമായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അല്പാൽപ്പായിട്ട് വിട്ട് കിടക്കുന്നതാണ് അല്പാൽപ്പം എന്ന് പറഞ്ഞാൽ അൽപ്രാസോളാം. ഇത്രയും ഡ്രഗ്സാണ് ഹിപ്നോട്ടിക്സിൽ വരിക. ഈ ഒരു കഥ ഓർത്ത് വെച്ചാൽ മതി, സിമ്പിളാണ്. ഈ നല്ല ഉറക്കത്തിന് എന്ത് വേണം? നിങ്ങൾ നൈറ്റിൽ ഫ്ലോറിൽ 2 or 3 ആളുകൾ കിടക്കുന്നതിനേക്കാൾ, ടീമായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് അല്പാൽപ്പായിട്ട് സിംഗിളായിട്ട് വിട്ട് കിടക്കുന്നതാണ്. അതാണ് കോഡ്. 6 ഡ്രഗാണ് പഠിക്കാനുള്ളത്. 6 ഡ്രഗും കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ വരുന്നതാണ് ബെൻസോഡയസെപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻറ്റി കൺവൽസെൻ്റ്. കൺവൽസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൺവൽസെൻ്റ് എന്ന് പറഞ്ഞാൽ വിറയലാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വരണം? ഈ പഴയ ടി വിക്ക് എന്തുണ്ട്? ഒരു വിറയൽ അധികമാണ്. ഓക്കെ, അപ്പം വിറയൽ ഇല്ലാതാക്കണമെങ്കിൽ അതാണ് നമ്മുടെ ഡ്രഗ്. ആൻറ്റി കൺവൽസെൻ്റ് എന്ന് പറഞ്ഞാൽ വിറയൽ ഇല്ലാണ്ടാക്കണം. അങ്ങനെ വിറയൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് LCD. ഓക്കെ, ആൻറ്റി കൺവൽസെൻ്റ് എന്ന് പറഞ്ഞാൽ LCD. അപ്പോൾ ഇതാണ് കോഡ്. LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് ഡ്രഗ് വരിക? നിങ്ങൾ നോക്കിനോ? ഡ്രഗ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പം LCD എന്ന് പറഞ്ഞാൽ, L എന്ന് പറഞ്ഞാൽ എന്താണ്? ലോറാസെപ്പാം. C എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തോന്നുന്നു ക്ലോണാസെപ്പാം, അതുപോലെ തന്നെ ക്ലോബാസവും വരും. ക്ലോണാസെപ്പാം, ക്ലോബാസം. പിന്നെ D എന്ന് പറഞ്ഞാൽ ഡയസെപ്പാം. ഈ 3 ഡ്രഗ്. ആ ഡ്രഗ് നിങ്ങളൊന്ന് നോക്കണം, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ക്ലോണാസെപ്പാം, അതുപോലെ തന്നെ ഡയസെപ്പാം. ലോറാസെപ്പാം, ക്ലോണാസെപ്പാം, ക്ലോബാസം, ഡയസെപ്പാം. ഓക്കെ, സിക്ക് 2 ഡ്രഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സീൻ്റെത്. ഓക്കെ, ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി കൺവൽസെൻറ്റും കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് ആൻറ്റി ആൻസൈറ്റി. അപ്പം ആൻസൈറ്റിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആൻസൈറ്റി ഇല്ലാണ്ട് നിൽക്കാൻ, ആൻസൈറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ലഡാക്കിലേക്ക് പോയാൽ മതി. എന്താണ് ലഡാക്ക്? ആ ലഡാക്കിൻ്റെ സ്പെല്ലിങ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. എക്ക് പകരം ഓ ആക്കുക, ലഡോക്ക്. ഓക്കെ, ലഡാക്കിലേക്ക് പോയാൽ മതി.
എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച ലോറാസെപ്പാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച അൽപ്രാസോളാം. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയസെപ്പാം. ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എന്ന് പറഞ്ഞാൽ ഓക്സാസെപ്പാം. ഓക്കെ, ഓക്സാസെപ്പാം. സി എന്ന് പറഞ്ഞാൽ എന്താ? സി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോർ ഡൈ അസപ്പോക്സൈഡാണ് വരിക. അത് കുറച്ചൊരു വ്യത്യാസമുള്ളതാണ്, ക്ലോർ ഡൈ അസപ്പോക്സൈഡ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ച് വെക്കുക. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് എല്ലാ ഡ്രഗും സെപ്പാം എന്നായിരിക്കും. ആദ്യത്തേത് നൈട്രാസെപ്പാം, ഫ്ലൂറാസെപ്പാം, ഡയസെപ്പാം, ട്രയാസോളാം, ടീമാസെപ്പാം, അൽപ്രാസോളാം. മറ്റേത് ആൻറ്റി കൺവൾസൻറ്റ് പറയലായതുകൊണ്ട് എൽ സി ഡി ആയതുകൊണ്ട് ലോറാസെപ്പാം, ക്ലോണാസെപ്പാം, ക്ലോബാസോം വരും, ഡയസെപ്പാം വരും. ആൻറ്റി ആൻസൈറ്റിക്ക് നല്ലത് എവിടെയാണ്? ലഡാക്ക് പോകുന്നതാണ്. ലോറാസെപ്പാം, അൽപ്രാസോളാം, ഡയസെപ്പാം, ഓക്സാസെപ്പാം, പിന്നെ ഇതും മറ്റേ ക്ലോർ ഡൈ അസപ്പോക്സൈഡും. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്? ഇത് ബെൻസോ ഡയസെപ്പീൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് ബാർബിറ്റുറേറ്റ്സ്. ചാപ്റ്റർ കഴിയാനായിട്ടോ, ഇത് ഡ്രഗ് നിങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ച് തരുന്നതേ ഉള്ളൂ. അപ്പോൾ ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ കളിയാണ്. ഇത് കുറച്ചൊരു പേര് ഈസിയാണ്, പക്ഷെ നിങ്ങളൊന്ന് ഇരിക്കണം എന്നേ ഉള്ളൂ. ബാർബിറ്റുറേറ്റ്സ് ആണ് എന്താണ്? നമ്പേഴ്സിൻ്റെ കളിയാണ്. ഞാൻ വേറെ എന്തെങ്കിലും നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഇതും 3 ടൈപ്പ്. അൾട്രാ ഷോർട്ട് ആക്ടിങ്. ഫസ്റ്റ് അൾട്രാ ഷോർട്ട് ആക്ടിങ് പഠിക്കുക. അൾട്രാ ഷോർട്ട് ആക്ടിങ്, പിന്നെ ഷോർട്ട് ആക്ടിങ്. ഓക്കെ, അൾട്രാ ഷോർട്ട് ആക്ടിങ്, പിന്നെ ഷോർട്ട് ആക്ടിങ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലോങ് ആക്ടിങ്ങാണ്. 3 ക്ലാസ്സാണ് വരുന്നത്. അൾട്രാ ഷോർട്ട് ആക്ടിങ്, ലോങ് ആക്ടിങ്. അപ്പം അൾട്രാ ഷോർട്ട് ആക്ടിങ്ങിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 6, 6 എന്ന് പറഞ്ഞ നമ്പറും 5 എന്ന് പറഞ്ഞ നമ്പറും ആലോചിക്കുക. ഷോർട്ട് ആക്ടിങ്ങിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് വീണ്ടും 5 എന്ന് പറഞ്ഞ നമ്പറും, അതായത് എൻ്റേത് നമ്പർ 5 എന്ന് പറഞ്ഞ നമ്പറും 4 എന്ന് പറഞ്ഞ നമ്പറും ആലോചിക്കാം. ഓക്കെ, ഇതാണ് കോഡ്. അപ്പം ഈ 6ൻ്റെ വേറൊരു പേരാണ് ഹെക്സ് എന്ന് പറയും. HEX. ഓക്കെ, 6ൻ്റെ വേറെ പേരാണ് ഹെക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മെത്തോ ഹെക്സിറ്റോൺ എന്നാണ് ഡ്രഗിൻ്റെ പേര്. ആ ഹെക്സ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യുക. മെത്തോ ഹെക്സിറ്റോൺ. ഓക്കെ, മെത്തോ ഹെക്സിറ്റോൺ. ഇനി 5 എന്ന് പറയുന്നത് ഏതാണ്? 5ൻ്റെ വേറെ പേരാണ് പെൻഡ് എന്ന് പറയും. പെൻഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇത് നമ്മൾ നേരത്തെ ഈ ബാർബിറ്റുറേറ്റ്സിൽ യൂസ് ചെയ്യുന്ന 2 ഡ്രഗിൽ ഒന്നാണിത്. അതായത് തയോ പെൻഡോൺ. ഇത് അനസ്തേഷ്യ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. തയോപെൻഡോൺ. മെത്തോ ഹെക്സിറ്റോണും തയോപെൻഡോണും. ഇനി വീണ്ടും 5 ആണല്ലോ. ഷോർട്ട് ആക്ടിങ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ വീണ്ടും പെൻഡ്. അത് പെൻഡോ ബാർബിറ്റോൺ. അത് സിമ്പിളായിട്ട് തന്നെ, അത് സിമ്പിളാണ്, പെൻഡോ ബാർബിറ്റോൺ. ഇനി 4 എന്ന് പറഞ്ഞാൽ അതും സിമ്പിളാണ്, അത് ബ്യൂട്ടോ ബാർബിറ്റോൺ. 4ന് ബ്യൂട്ടോ എന്ന് പറയും, കെമിക്കലി ബ്യൂട്ടോ എന്ന് പറയും. അതുകൊണ്ട് ബ്യൂട്ടോ ബാർബിറ്റോൺ. അത് രണ്ടും സിമ്പിളാണ്. ഓക്കെ, ലോങ് ആക്ടിങ് ആണ് ഞാൻ പറഞ്ഞ എപ്പിലെപ്സിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്. അതായത് ഏതാ? ഫീനോ ബാർബിറ്റോൺ. ആകെ 2 ഡ്രഗ് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഫീനോ ബാർബിറ്റോണും തയോപെൻഡോണുമാണ്. അപ്പം ഈ ഒരു ഇത് പഠിക്കാനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് മെത്തോ ഹെക്സിറ്റോണും തയോപെൻഡോണും പഠിക്കാനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി ഓഫ് ഡ്രഗ് നോൺ ബെൻസോ ഡയസെപ്പീൻ. അതിൽ സെഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ ഇരുന്ന് പഠിക്കണം. കാരണം അത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കുക, അങ്ങനെ ഞാൻ നാളെ പറഞ്ഞുതരാം. നോൺ ബെൻസോ ഡയസെപ്പീൻ അത് സെഡ് വെച്ച് തുടങ്ങുന്നതാണ്. അതായത് സോപ്പിക്ലോൺ, എസോപ്പിക്ലോൺ, സോൾപിഡേം, സാലിപ്ലോൺ. അത് നിങ്ങളുടെ ബുക്കിലുണ്ടാവും. സെഡ് വെച്ച് തുടങ്ങുന്ന ഒരു 3 പേരാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കാം. ഈ 4ാമത്തെ എന്തുണ്ട്? ഒരു അതർ CNS ഡിപ്രസൻ്റ് ഉണ്ട്. അതർ CNS ഡിപ്രസൻസ്. ഓക്കെ, ആ അതറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മെഡിസിനൽ കെമിസ്ട്രിയിൽ എന്ത് പഠിക്കാനുണ്ട്? ട്രൈക്ലോഫസ് എന്ന് പറഞ്ഞ ഡ്രഗ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ട്രൈക്ലോഫസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതറിൽ നിങ്ങൾ ട്രൈക്ലോഫസ് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഡ്രഗാണ് എന്ത്? നിങ്ങൾക്കിനി പഠിക്കാനുണ്ടാവും ഏത്? ഈ മോർഫിനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മോർഫിൻ, അതുപോലെ തന്നെ
അമിട്രിപ്റ്റിലിൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് അതർ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ട്രൈക്ലോഫസും മോർഫിനും പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, കാരണം ഇത് CNS എന്ത് സെറ്റ് ചെയ്യുന്നത്, അതായത് ഒതുക്കി വെക്കുന്നതാണ് ഈ ഡ്രഗ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫാർമക്കോളജി പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?